എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ? അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു ഗീതു വരുണിന്റെ രേഖയുടെ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരുണിന്റെ തലയ്ക്ക് ഫ്ലവർ വൈസ് കൊണ്ട് അടിച്ചിട്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ രേഖ കണ്ണു തുറന്ന് എഴുന്നേക്കുവാണ്. കണ്ണിനാണെങ്കിൽ വല്ലാത്തൊരു ഉറക്കച്ചവട്. പെട്ടെന്നാണ് രേഖയുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. ഇന്നലെ രാത്രി പാല് കുടിച്ചത് തന്നെ. അതിനകത്ത് ഉറക്കഗുളിക കലർത്തിയിട്ടുണ്ടായിരുന്നു. ആ പാലാ താൻ കുടിച്ച്. ദൈവമേ, വരുണേട്ടൻ തന്നെ എന്തെങ്കിലും ചെയ്തോ? ആ ഒരു ചിന്തയോടുകൂടി രേഖ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുവാണ്. ഈ സമയം വരുണ് ബോധം കെട്ട പോലെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതെന്ത് പറ്റി ഇങ്ങനെ? ഒന്നും മനസ്സിലായില്ല. പിന്നീട് രേഖ ചാടി എഴുന്നേക്കുക. ചാടി എഴുന്നേറ്റ് നോക്കി. തനിക്കൊരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ പോലും സംഭവിച്ചേ? അങ്ങനെ വരുണിനെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഒന്ന് രണ്ട് വട്ടം കുലുക്കി വിളിച്ചപ്പം വരുൺ പതുക്കെ കണ്ണു തുറന്നു. വരുണിന് തല അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേഖയോട് പറഞ്ഞു, എനിക്ക് തല അനക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. എന്ത് പറ്റി വരണേട്ടാ? എന്താ കാര്യം ചോദിക്കാം. രേഖയ്ക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നീടാണ് രേഖ നോക്കുന്നത്. നോക്കി കഴിയുമ്പോൾ തലയുടെ ഒരു സൈഡ് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ഇതെന്താ വരണേട്ടാ? ഇതെന്തു പറ്റിയതാന്ന് ചോദിക്കുക. ഇത് കേട്ടൻ വരും പറഞ്ഞു, സത്യം പറയടി, നീ ഇവിടെ ആരെയാ വിളിച്ചു കയറ്റി വെച്ചതെന്ന് ചോദിക്കണം. ഞാനോ? ഞാൻ ആരെയാ വിളിച്ചു കയറ്റി വെച്ചേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഏതോ ഒരുത്തൻ ഈ മുറിയിലുണ്ടായിരുന്നു. എന്റെ തലയ്ക്കടിച്ച് ഇന്നലെ രാത്രി വീഴ്ത്തിന്ന് പറയാം. ഇത് കേട്ടൻ രേഖയ്ക്ക് സന്തോഷമായി, സമാധാനമായി. ദൈവമേ, ദൈവം കാത്തു. എന്ത് ചെയ്യണമെന്നോർത്ത് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഈ സമയം രേഖ പറഞ്ഞു, ഞാൻ ആരെ മുറി കയറ്റി വെക്കാനാ വരണേട്ടാ? ദേ സത്യം പറഞ്ഞു, എനിക്കറിയാം നീ ഇവിടെ ആരോ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പറയണം. ദേ ഞാൻ ആരെയും കയറ്റി വെച്ചിട്ടില്ല. വരണേട്ടൻ ഇങ്ങോട്ട് വന്നേ. ദേ ചെറിയ മുറിവാണെങ്കിലും അതൊന്നും വെച്ച് കെട്ടാന്നൊക്കെ പറയണം. പിന്നീട് വരണ്ട തലയിലെ മുറിവൊക്കെ രേഖ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ രാധികാമ്മ ചോദിച്ചു, ഇതെന്ത് പറ്റിയിട മോനെ? എന്താ കാര്യം ചോദിക്കാം. എനിക്കറിയില്ലമ്മേ, ഇന്ന് എന്നെ തലക്കിട്ട് ആരോ അടിച്ചെന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, അടിച്ചെന്നോ? ആരടിച്ചെന്നോ? അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാം. രാധികാമ്മയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ആരോ പണി കൊടുത്തിട്ടുണ്ട് വരണിട്ട്, പക്ഷെ ആരാന്ന് മാത്രം അറിയത്തില്ല. ഈ സമയത്ത് മുറിയിൽ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ ഇരിക്കുകയാണ് ഗീതവും ഗോന്തും. ഗീതു പറഞ്ഞു, എനിക്ക് വിശക്കാൻ തുടങ്ങി, എനിക്ക് ഫുഡ് വേണമെന്ന് പറയാം. ഗോന്തു പറഞ്ഞു, ഫുഡ് കഴിക്കാനെങ്ങാനും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായി തീരും? ഒന്ന് ഓർത്തു വയ്ക്കേ. രാധികാമ്മയുടെ വരണിനെ മുന്നിൽ ചെന്ന് പെടുന്നെങ്കിലോ അതോടുകൂടി തീർന്നില്ലേന്ന് ചോദിക്കാം. ശരിയാ, പക്ഷെ എന്ത് ചെയ്യാനാ? ഇവിടുന്ന് എങ്ങനെയല്ലേ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവര് പോകുന്നോടം വരെ നമ്മളിവിടെ പട്ടിണി കിടക്കാനാണെന്ന് ചോദിക്കുക. ശരി തന്നെ, ഒരു കാര്യം ചെയ്യാം. ഇന്നത്തോടുകൂടി എല്ലാ പദ്ധതി പ്ലാനുകളും അങ്ങ് പൊളിക്കാന്ന് പറയണേ. എന്ത്? ഞാൻ രാധികാമ്മയോട് തുറന്നു പറയാൻ പോവാ. ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ രണ്ടും ഒന്നായി. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത്. ഗീത് പറഞ്ഞു, എപ്പ പറഞ്ഞെന്ന് ചോദിച്ചാൽ മതി. കണ്ണേട്ടനല്ലേ ആള്. രാധികാമ്മയുടെ മുന്നിൽ ചെന്ന് മുട്ടുകൂട്ടി ഇടിക്കുന്നു പറയാം. പിന്നെ അങ്ങനെയൊന്നുമില്ല, കാണിച്ചാൽ നീ ഇങ്ങോട്ട് വാ പറയാന്ന് പറയാം. ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മനസ്സുകൊണ്ട് ഒന്നായവരാ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നു. ഗീത പറഞ്ഞു, ഇതൊക്കെ രാധികാമ്മ സമ്മതിക്കും തോന്നുന്നുണ്ടോ? എന്താ സമ്മതിച്ചാല്? ഇനിയിപ്പൊ ആരുടെ സമ്മതം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗീതുവിന്റെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ആ സമയത്താണ് ആ കാഴ്ച കാണുന്നത്. കാരണം രാധിക എല്ലാരെയും വിളിച്ചു കൂട്ടി. എല്ലാരും ഉണ്ട് ചുറ്റും. ഇപ്പൊ രേഖയും കാഞ്ചനയും വരുണും എല്ലാരും ഉണ്ട്. വരുണ തലയ്ക്ക് വെച്ചുകെട്ടുമുണ്ട്. എന്നാൽ ഈ ചതി ഏത് ആരാന്നറിയണം എന്നും പറഞ്ഞുകൊണ്ട് രാധ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുക. കാഞ്ചനോട് ചോദിച്ചു, നീ എങ്ങാനും മുറി കയറിയാലും ചോദിക്കുക. ഞാൻ എന്തിനാ മുറി കയറുന്നേ? ഞാൻ ആ മുറിയിലൊന്നും കേട്ടില്ലെന്ന് പറയണം. അപ്പോൾ നമ്മുടെ ശത്രുക്കൾ ആരോ ഇവിടെ വന്നിട്ടുണ്ട്, അതാണ്. ഇത് കേട്ടതും പെട്ടെന്ന് രേഖ പറഞ്ഞു, ഇനിയിപ്പോ ചേതൻ ഗ്രൂപ്പിന്റെ ആൾക്കാരാരെങ്കിലും ആണോ? സാധാരണഗതിയില് ഗോവിന്ദണ്ണൻ ഗീതനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവരിലായിരുന്നു ചോദിക്കുക. ഇത് കേട്ടതും വരുണിനെ ഒന്ന് നോക്കി രാധികാമ്മ, എന്തേലും പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കുന്നില്ലെന്നുള്ള കാര്യമൊക്കെ പറയാനും പറ്റില്ലല്ലോ. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, ആരാണെന്നും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ആരാണെന്നും കണ്ടുപിടിക്കണം. പിന്നീട് രേഖയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, സത്യം പറ, മുറിയിൽ ആരെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രേഖ പറഞ്ഞു, എനിക്കറിയില്ലമ്മേ, ഞാനും വരുണേട്ടനും ഒരുമിച്ചാ പുറത്തു പോയത്. ഞങ്ങൾ ഒരുമിച്ചാ വന്ന് മുറി കയറിയത്. പിന്നെ അതിനകത്ത് ആരെങ്കിലും ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ നീ അറിഞ്ഞില്ലായിരുന്നു? രാത്രി നീ എന്തെടുക്കുമായിരുന്നു? വരണ്ട തല തല്ലി പൊളിച്ചു കഴിഞ്ഞപ്പോ നീ എവിടെ എന്തെടുക്കുമായിരുന്നു ചോദിക്കുക. ഇത് കേട്ടതും രേഖയ്ക്ക് എന്തോ മറുപടി പറയണമെന്നറിയില്ല. രേഖ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു അമ്മേ. പിന്നീട് രാവിലെ ഞാൻ എഴുന്നേറ്റെന്ന് പറയാ. രാധികാമ്മയ്ക്ക് അതത്ര വിശ്വാസമായില്ല. എന്തോ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതൊക്കെ കേട്ടോണ്ട് ഗീതവും ഗോവിന്ദവും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗീത ഇപ്പൊ ചെന്ന് കൊടുത്താലും മതി, ഉറപ്പായിട്ടും ഞാനാണ് ആ ചെയ്തതെന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും. നമ്മളായിരിക്കും മിക്കവാറും തെറ്റുകാര്. അന്നെങ്കിൽ അതോടുകൂടി തീർന്നു പറയാണ്. ഇത് കേട്ടും ഗോവിന്ദ് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, നേരെ മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനും കൂടെ മുറിയിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് രാധികാൻ പറഞ്ഞു, എന്താണെങ്കിലും ആരാ ചെയ്തെങ്കിലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് വരുണിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറ്റിയെടുത്ത് ചോദിച്ചിട്ട്, സത്യം പറയടാ,
എന്താ ഇനിയിപ്പൊ രേഖയെങ്ങാനും ആണോ നിന്നെ തലതല്ലി പൊളിച്ചേ? നീ വേണ്ടാതിനും അങ്ങനെ കാണിച്ചെന്ന് ചോദിക്കാം. എന്റെ അമ്മ ഇല്ല. എന്നിട്ട് എന്താണ് അവളെ അറിയായിരുന്നേന്ന് ചോദിക്കും. എന്റെ അമ്മേ, അവൾ അതിബുദ്ധിമതിയാ. അവൾ ഇത്രയും നാൾ കാണിച്ചുകൊണ്ടിരുന്ന എന്താണെന്നറിയാവോ? എന്താടാ? പെട്ടെന്ന് വരണം വെച്ചു ഓർത്ത് പറയണം. വേണ്ട, പറഞ്ഞ തനിക്ക് തന്നെയാ നാണക്കേട്. അതിപ്പോ ഒരു നാണക്കേട് വേറൊന്നുമില്ല. ഒന്നുമില്ലാന്ന് പറയണ എന്തോ കാര്യമുണ്ടല്ലോ. ഒന്നുമില്ലമ്മേന്ന് പറഞ്ഞിട്ട് വരണം അങ്ങോട്ട് പോവാണ്. ഈ സമയം മുറി വന്ന ഗീത് പറഞ്ഞു, ഇനി ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് വിശക്കാനും തുടങ്ങുന്നുണ്ടെന്ന് പറയാണ്. ദേ, നീ ഒന്ന് സമാധാനപ്പെട്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അജാസിനെ വിളിച്ചാലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടത് ഗീത് പറഞ്ഞു, അജാസിക്കാനെയോ? അതെ, അജാസിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലോ? ഒരു പക്ഷെ അജാസിനെ നമ്മളെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടന്നല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പൊ ഇവറ്റകൾ ഇവിടുന്ന് എന്നാ പോണേന്ന് പോലും അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടൻ ഗീത് പറഞ്ഞു, ശരിയാ, അജാസിക്കാനെ വിളിക്കാൻ പറയാണ്. അങ്ങനെ ഗോവിന്ദ അജാസിനെ വിളിക്കുക. ഈ സമയത്ത് അജാസും അവർണയും കൂടെ പുറത്തേക്ക് പോയതായിരുന്നു. കാരണം കിഷോറിന്റെ ഒരു പണി കൊടുക്കാൻ തന്നെയാണ് അജാസിനോടൊപ്പം അവർണയ്ക്ക് കയറിപ്പോയത്. ആ സമയത്താണ് ഗോവിന്ദന് ഫോൺ കോൾ വരുന്നത്. എന്താ ഗോവിന്ദ് സാർ, കാര്യം എന്താന്ന് ചോദിക്കാം. എടാ അജാസെ, ഞങ്ങൾ ഇവിടെ പെട്ട അവസ്ഥയിലാന്ന് പറയണേ. പിന്നീട് റിസോർട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാ. രാധികാമയും വരണം വന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അജാസ് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേന്ന് ചോദിക്കാം. എനിക്കറിയില്ല, എന്തെങ്കിലും ഐഡിയ നീ ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇവിടുന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറയാ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഒരു തീരുമാനമായെന്ന് പറയാം. സാറ് ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്ന് പറയണം. ഞങ്ങളും അതാരാ, എന്റെ കൂടെ അവർണികയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരാന്ന് പറയാം. ഫോൺ വെച്ചു. അവർണ ചോദിച്ചു, എന്താ ജാസിക്ക, എന്താ പറഞ്ഞെന്ന് ചോദിക്കാണ്. അതെ, അവരാകെപ്പാടെ പെട്ടുപോയ അവസ്ഥയിലാ. ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയതാ. ഹണിമൂൺ ആഘോഷിക്കാനാ? അതെ, ഞാനാണ് ആ റിസോർട്ട് പറഞ്ഞു കൊടുത്തേ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തേ. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ, അങ്ങോട്ട് രാധികാമ്മ വരണമൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ ഹണിമൂൺ ട്രിപ്പ് കുളമാക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടതും അപർണ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. ഗീതുവിനെ ഗോസാണ് നമുക്ക് ഒന്നാക്കണ്ടേന്ന് ചോദിക്കാം. ഒന്നാക്കണം, വാ, ഞാനും ഉണ്ട്, എന്തിനും ഏതിനും അജാസിക്കയോടൊപ്പം ഞാനുണ്ടെന്ന് പറയണം. പക്ഷെ നമ്മൾ അങ്ങനെ എങ്ങനെ കയറി ചെല്ലും? നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലേ നമ്മൾ അങ്ങോട്ട് എന്തിനാ ചെന്നേന്നൊക്കെ നൂറ് ചോദ്യങ്ങളുണ്ടാവും. അത് പ്രശ്നമാവില്ലേന്ന് ചോദിക്കാം. അത് ശരിയാ, ഒരു വഴിയുണ്ട്. എന്റെ ഫ്രണ്ടാണല്ലോ അവിടുത്തെ മാനേജർ, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാന്ന് പറയാണ്. എങ്ങനെ? അതൊക്കെ ഉണ്ട്, വരാൻ പറയാണ്. കാരണം ഓണക്കാലം അല്ലേ. അങ്ങനെ അജാസും അവർണയും കൂടെ റിസോർട്ടിലേക്ക് ചെല്ലുവാണ്. പിന്നീട് മാനേജരെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അജാസ് എന്ത് ചെയ്യുവാണ്, ഈ പുലിയുടെ വേഷം ഉണ്ടല്ലോ, അത് കൂട്ടണം അവർണയുടെ ഇടയിലേക്ക് കൊടുത്തു. ഇതെന്താ, ഇതിട്ടോണ്ട് വേണം നമ്മൾ അകത്തേക്ക് കയറി പോകാനായിട്ട്. ഓണമായതുകൊണ്ട് പുലികളി നടത്തുമ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല, കാരണം നമ്മുടെ മുഖവും കാണത്തില്ലോ, നമ്മൾ ആരാ എന്താണെന്നും അവർക്കറിയത്തില്ല. രാധികാമ്മയ്ക്കോ വരന് ഒന്നും കണ്ടാൽ പോലും നമ്മളെ മനസ്സിലാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് അവർണ പറഞ്ഞു, കൊള്ളാം, അത് നല്ല ഐഡിയ എന്ന് പറയണം. പിന്നീട് അവർ രണ്ടുപേരും പുലിയുടെ വേഷം ധരിക്കണം. ഒരു പെൺപുലി ഒരു ആൺപുലി, അങ്ങനെ വേഷം ധരിച്ച് അവരും കൂടി ചെല്ലുമ്പോൾ രാധികാമ്മയും വരണം എല്ലാവരും പുറത്തുണ്ടായിരുന്നു. കാരണം ഓണമാണ്, ഓണത്തിന്റെ ആഘോഷങ്ങൾ, അത്തപ്പൂക്കളൊക്കെ ഇട്ടൊക്കെ നോക്കിക്കൊണ്ട് എല്ലാവരും ഹാളിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് രണ്ട് പുലികളെ കണ്ടതും കാഞ്ചന പറഞ്ഞു, ആഹാ കൊള്ളാലോ, രണ്ട് പുലികളുണ്ടല്ലോ എന്ന് പറയാം, പെൺപുലിയും ആൺപുലിയും. പെട്ടെന്ന് അവർണയെ അജാസും കൂടെ അവിടെ കിടന്ന് പുലികളി തുടങ്ങി. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അവർ നിൽക്കുകയാണ്. രാധിക പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. പ്രിയ പറഞ്ഞു, വന്നില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഇവിടെ വന്നോണ്ടല്ലേ ഇത്ര നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയെന്ന് ചോദിക്കുക. ഇങ്ങനെ പുലികളിയൊക്കെ കഴിഞ്ഞ് അവര് അകത്തേക്ക് കയറി പോവാണ്. കാരണം റൂം നമ്പർ ഏതൊക്കെയാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, മാനേജർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് നേരെ ഗോവിന്ദന്റെ മുറിയുടെ മുമ്പിൽ പോയി തട്ടുവാണ്. മുറി തട്ടിക്കഴിയുമ്പോൾ ഗോവിന്ദന് വല്ലാത്ത ടെൻഷൻ, ആരാ വന്നേക്കെന്ന് അറിയത്തില്ല. അങ്ങനെ പതുക്കെ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് പുലികൾ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഗോവിന്ദന് മനസ്സിലായി, ഇത് അജാസും അവർണികയെ ആനും ചാൻസ് ഉണ്ട്, കാരണം ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവരകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറി മുഖംമൂടിയൊക്കെ മാറ്റി. ഗീത പറഞ്ഞു, സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. അവർണയെ പറഞ്ഞു, എന്തേ ചെയ്യാനാ, ഇനി അകത്തേക്ക് കയറാൻ ഞങ്ങൾ നോക്കിയിട്ട് വേറൊരു വഴി കണ്ടില്ലെന്ന് പറയാം. അല്ല ഇനിയിപ്പം നിങ്ങൾ പരിപാടി എന്താ? ഗീത പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇതേ അവര് പോകുമെന്ന് തോന്നില്ല, അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടിക്കണമെന്ന് പറയാം. ഇത് കേട്ടെന്ന് അജാസ് പറഞ്ഞു, അതത്ര എളുപ്പമുള്ള പരിപാടിയാൻ തോന്നില്ല, പക്ഷെ എന്തേലും ചെയ്തേ മതിയാവുള്ളെന്ന് ഗോവിന്ദ് പറയണം. അത് ശരിയാ, ഒരു കാര്യം ചെയ്യേ, തൽക്കാലത്തേക്ക് നിങ്ങൾ ഈ പുലിയുടെ വേഷം ഇട്ടു, അതാകും പിന്നെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ മുറിയിൽ ഇരുന്നോളാം, നിങ്ങൾ ഈ വേഷം ഇട്ടോളാം പറയണം. എന്നിട്ടോ, അല്ല പുലിയുടെ വേഷം ഇട്ട് നിങ്ങൾ പുറത്തൂടെ ഇറങ്ങി നടന്നു, നിങ്ങളെ കണ്ടാലും ആർക്കൊന്നും തോന്നത്തില്ലല്ലോ എന്ന് പറയണം. അത് ശരിയാണല്ലോ എന്ന് പറയാം, കാരണം തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു പുലിയുടെ വേഷമൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പുലി ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ രാധികാമ്മ വരണു, എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ പോയിന്ന് ഡാൻസ് കളിക്കണം. ഈ സമയം കാഞ്ചന പറഞ്ഞു, മുമ്പേ കണ്ട പുലിയേക്കാളും നല്ല ചാട്ടമുള്ള ഇപ്പോഴത്തെ പുലിയാണ് ചാടുന്നത്, ഇതെന്താ
വേറെ പുലികളാണെന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രേഖ പറഞ്ഞു, ആകെപ്പാടെ 2 പുലികൾ എവിടെ ഉള്ളൂ, വേറെ പുലികളൊന്നും ഇല്ലാന്ന് പറയണ. അങ്ങനെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുക. ഡാൻസ് കളിച്ച അവസാനം രാധികാമ്മയുടെ കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട്. പുലികൾ കാല് തൊട്ടി വന്ദിച്ച് അനുഗ്രഹം മേടിക്കണം, അതെന്തിനാ പോലും? രാധികാമ്മ പറഞ്ഞു, അങ്ങനെയൊക്കെയാ, നിന്നോടാന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കാഞ്ചനയോട് പറയാ. കാഞ്ചനെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, കാഞ്ചനയ്ക്ക് അതുകൊണ്ട് കൂടുതൽ അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ച അവർ തിരികെ മുറിയിലേക്ക് വരുവാണ്. ഈ സമയം അപർണ ചോദിച്ചു, എന്തായി കാര്യങ്ങൾ? ഇതുവരെയായിട്ട് ഞങ്ങളെ മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ ഇന്ന് അവര് പോകുന്ന തോന്നിയെന്ന് പറയാ. ഇത് കേട്ട അപർണ കഴിഞ്ഞ് പോവുകയാണെ രക്ഷപ്പെട്ടു, നിങ്ങൾ ഇവന് പോകേണ്ട കാര്യമില്ലോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ടും ഗോവിന്ദ് പറഞ്ഞു, എന്താണേലും വെക്കേറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാ ഞങ്ങൾ ഇന്ന് ഹണിമൂൺ ആഘോഷിച്ചിട്ട് പോകുന്നുള്ളെന്ന് പറയാം. ഇത് കേട്ടതും അജാസോട് ശരി, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അവറ്റകളെ ഇന്ന് ഇവിടുന്ന് ഓടിക്കാന്ന് പറയണം. അങ്ങനെ കുറെ ട്രിക്കുകളൊക്കെ ഇറക്കി രാധികാമ്മയെ വരഞ്ഞ അന്ന് തന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ്. പിന്നീടാണ് ഗോവിന്ദന്റെയും ഗീതുവിന്റെ ആ ഒരു ദിവസം വരുന്നത്. കാരണം എല്ലാരും പോയി ശല്യങ്ങളൊന്നും ഇല്ലാതെ അവരങ്ങനെ അവരുടെ ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങുകയാണ്. അവരവരുടെ ആദ്യരാത്രിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. കുറെ നാളത്തെ കാത്തിരിപ്പാ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവർ രണ്ടുപേരും കൂടെ ഒന്നാകുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്തയാഴ്ച കാണാൻ പോകുന്നത്. ഇനി എന്തായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ അവർ രണ്ടുപേരും ഒന്നായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്മ തകർന്ന് തരിപ്പണമായി പോവും. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല രാധികാമ്മ. പക്ഷേങ്കിൽ ഗീത ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സാധിച്ചെടുത്തിരിക്കും, എന്ത് വില കൊടുത്തും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.